കർണാടകയിലെ ബണ്ട്വാളിൽ പട്ടാപ്പകൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബി.സി റോഡിലെ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ വെച്ച് കല്ലടുക്ക സ്വദേശിനിയായ ലാവണ്യ എന്ന 21-കാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ബെൽത്തങ്ങാടി സ്വദേശി ചേതൻ എന്ന 22-കാരനാണ് പോലീസ് പിടിയിലായത്. പ്രണയപ്പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. കൊലപാതകത്തിന് ശേഷം എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. Start your journey with confidence. G-Tech Education. Fatima Arcade, opposite New Bus Stand, Kasaragod. Telephone 7736 100 443 04994 227432. കല്ലടുക്കയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ ലാവണ്യ എന്ന 21-കാരിയാണ് ബി.സി റോഡിലെ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ ബസ്സിൽ കയറിയ ലാവണ്യയെ പ്രതി പിന്തുടരുകയായിരുന്നു. യുവതി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ കാത്തുനിന്ന ചേതൻ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തിയുമായി ആക്രമിക്കുകയായിരുന്നു. കഴുത്തിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ് ചോര വാർന്നൊഴുകിയ ലാവണ്യയെ നാട്ടുകാർ ഉടൻ തന്നെ ബണ്ട്വാൾ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ലാവണ്യ മരണപ്പെട്ടിരുന്നു. യുവതിയെ വെട്ടിവീഴ്ത്തിയ ശേഷം പ്രതി ആയുധം ഉപേക്ഷിച്ച് സംഭവസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ക്രൂരമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയ ബണ്ട്വാൾ ടൗൺ പോലീസ് വെള്ളിയാഴ്ചയോടെ ചേതനെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പിടിക്കപ്പെടുമെന്നുറപ്പായതോടെ പ്രതി എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. നിലവിൽ പോലീസ് കാവലിൽ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ನಿನ್ನೆ ದಿವಸ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಬಂಟ್ವಾಲ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿನಲ್ಲಿ ಒಂದು ಮರ್ಡರ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಲಾವಣ್ಯ ಎಂದು ಒಂದು 21 ವರ್ಷದ ಹುಡುಗಿಯನ್ನು ಯಾರೋ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮರ್ಡರ್ ಮಾಡಿದಾನೆ ಎಂದು ಒಂದು ದೂರು ಬಂದಿದೆ. ಅದರ ನಿಟ್ಟಿನಲ್ಲಿ ಬಂಟ್ವಾಲ್ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 95/26 ಅಂಡರ್ ಸೆಕ್ಷನ್ 78 126 ಮತ್ತೆ 103 BNS ಪ್ರಕಾರ ಕೇಸ್ ದಾಖಲು ಮಾಡಿಕೊಳ್ಳಲಾಗಿದೆ. ಅದು ಎನ್ಕ್ವೈರಿ ಸಂದರ್ಭದಲ್ಲಿ ಅವಳನ್ನು ಮರ್ಡರ್ ಮಾಡಿರೋದು ಅವಳ ದೂರದ ರಿಲೇಟಿವ್ ಆಗಿದ್ದ ಚೇತನ್ ಎಂದ ಒಬ್ಬನು ಆ ಹುಡುಗಿಯನ್ನು ಏಕಪಕ್ಷವಾಗಿ ಲವ್ ಮಾಡ್ತಾ ಇದ್ದ. ಅವನೇ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ, ತಲ್ವಾರನ್ನು ತಗೊಂಡು ಬಂದು ಎಂದು ಗೊತ್ತಾಗಿದೆ. ತದನಂತರ ಆರೋಪಿ ಪತ್ತೆ ಹಚ್ಚಲಿಕ್ಕೆ ವಿಶೇಷ ತಂಡಗಳನ್ನು ನೇಮಿಸಲಾಗಿದೆ. ಇವತ್ತಿನ ಬೆಳಗ್ಗೆ ಆರೋಪಿಯನ್ನು ಮ್ಯಾಂಗ್ಳೂರ್ನಲ್ಲಿ ಅವನನ್ನು ಸೆಕ್ಯೂರ್ ಮಾಡಿಕೊಳ್ಳಲಾಗಿದೆ. ತದನಂತರ ಅವನು ವಿಚಾರಣೆ ಮಾಡುವಾಗ ಅವನು ಇಲಿ ಪಾಶನ ತಗೊಂಡಿದ್ದಾಗ ಹೇಳಿರ್ತಾನೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಅವನನ್ನು ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಈಗ ಅಡ್ಮಿಟ್ ಮಾಡಲಾಗಿದೆ. ನಂತರ ಅವನನ್ನು ಅರೆಸ್ಟ್ ಪ್ರೊಸೀಜರ್ ಕಂಪ್ಲೀಟ್ ಮಾಡಿ ಈಗ ലീഗൽ ಮುಂದೆ ಕಾನೂನು ಕ್ರಮ ತಗೊಳ್ಳಲಾಗುವುದು. പ്രണയം നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ദക്ഷിണ കന്നഡ സൂപ്രണ്ട് ഓഫ് പോലീസ് കെ. അരുൺ അറിയിച്ചു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.